കോഴിക്കോട് പാലക്കോട്ട് വയലിൽ 20കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി. പാലക്കോട്ട് വയൽ സ്വദേശി സൂരജാണ് കൊല്ലപ്പെട്ടത്. ചാത്തമംഗലത്തെ കോളേജിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ മർദ്ദിക്കാൻ എത്തിയവരാണ് ഒപ്പമുണ്ടായിരുന്ന സൂരജിനെ മർദ്ദിച്ചു കൊന്നത്. സംഭവത്തിൽ സൂരജിന്റെ അയൽവാസികളായ മനോജ് കുമാർ, മക്കളായ വിജയ് മനോജ്, അജയ് മനോജ് എന്നിവരെ ചേവായൂർ പോലീസ് പിടികൂടി. കോഴിക്കോട് നിന്നും റിയാസ് കെ മാർ തയ്യാറാക്കിയ വാർത്തകൾ. ഇന്നലെ രാത്രി 11:30 ഈ സംഭവങ്ങളുടെ തുടക്കമുണ്ടായത്. പാലക്കോട് വയൽ IMG താഴം, അതായത് ഈ പ്രദേശത്താണ് ഈ സംഘർഷം, സൂരജിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഘർഷം ഉണ്ടാകുന്നത്. സൂരജിന്റെ സുഹൃത്തിന് കോളേജുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അതായത് കോളേജിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം സൂരജിന്റെ സുഹൃത്തും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത മനോജ് കുമാറിന്റെ മകനും പോലീസ് കസ്റ്റഡിയിലെടുത്ത മറ്റൊരു പ്രതിയുമായ വിജയുമായി തർക്കമുണ്ടാകുന്നു. വിജയ് മനോജുമായി തർക്കമുണ്ടാകുന്നു. സൂരജിന്റെ സുഹൃത്തുമായി തർക്കമുണ്ടാകുന്നു. അതിനുശേഷം ഇന്നലെ ഇവിടെ ഒരു കാവിൽ ഒരു ഉത്സവം കാണാൻ സൂരജ് എത്തിയ സമയത്ത് ആണ് സൂരജിന്റെ സുഹൃത്തിനെ ഈ മനോജ് കുമാറും വിജയും, മനോജ് കുമാറിന്റെ മക്കളായ വിജയും അജയും ചേർന്ന് ഇവിടെ നിന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റ് 18ഓളം പേർ ഇവിടെ അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ, ആ തർക്കത്തിലുണ്ട് എന്നറിയുകയും അങ്ങനെയാണ് സൂരജ് സുഹൃത്തിൻ്റെ കൂടെ ഇവിടേക്ക് എത്തുന്നത്. ആ തർക്കം പിന്നീട് സൂരജും അയൽവാസിയായിട്ടുള്ള ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള മനോജുമായി ആ തർക്കം മാറുന്നു. അതിനിടയിൽ സൂരജുമായി ഏറ്റുമുട്ടുന്നു. അതിൽ സൂരജിനെ അവർ ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ഈ പുൽത്തകിടിയിലേക്ക് വീഴുകയും ആ പുൽത്തകിടിയിൽ വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സൂരജ് ഇവിടെ വീണു. നാട്ടുകാർ വിവരമറിഞ്ഞ് ഈ തർക്കമുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പിരിച്ചുവിട്ടു. പക്ഷേ ഇവിടെ സൂരജ് വീണ് കിടക്കുന്ന കാര്യം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരിലെ ഒരാളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്ന് വെച്ചാൽ ഞങ്ങളെ കമ്പനിക്കാരൻ പോയി ഞങ്ങളെ വിളിച്ച്, ലിഗേഷേട്ടാ സൂരജ് എവിടെയുള്ള വെച്ചപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് ഓലുണ്ടായിരുന്നു. ഓല് ഇവിടെ വന്ന് പിന്നെ ഞങ്ങളടുത്ത് വന്ന് അവന് ലിഗേഷേട്ടാ അങ്ങനത്തെ ചെറിയ വിഷയമുണ്ട്, അവിടെ IMG എടുത്ത് ആൾ കൂടിക്കുന്നു, ഞങ്ങളൊന്ന് വരുവച്ചു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറേ ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുന്ന ആളുകളുള്ളൂ. അപ്പോൾ ഞങ്ങളും കുറേ ആളുകളുണ്ട്. ഇനി ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ തീർത്ത് ഈ മനോജുള്ള വ്യക്തിൻ്റെ മോനുണ്ടതിന് ഓലൊക്കെ സംസാരിച്ച്, അവൻ്റെ അളിയണ്ടതിനും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞാൽ പിന്നെയാണ് വരുന്നത് സൂരജ് ശ്വാസം ഇല്ല ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ കമ്പനിക്കാരൻ പോയി ഞങ്ങളെ വിളിച്ചു. ഞാൻ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യും, ഓല് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വരുന്ന കോൾ ഇതാണ്, പൾസ് കുറവാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഇതായിക്കഴിഞ്ഞ് ഇതെന്താ വെച്ചാൽ ഓരോ കമ്പനിക്കാരെ എന്തോ ഒരു ഇവൻ ഇടപെട്ട കേസ് എന്ന് വെച്ചാൽ ഓന് വേണ്ടിയിട്ടല്ല, ഓൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ഒരു വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഓൻ ഇടപെട്ടപ്പോൾ 10-30 ആളിനെ ഓന ആ സൈഡിൽ കൊണ്ടുപോയിട്ട് ഇതാക്കിയ കേസാണ്. അത് വയലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഉണ്ടാവും. വയലിലൊക്കെ പൊട്ടിക്കുന്ന പുറത്തൊക്കെ നല്ല ചവിട്ട് കിട്ടിയൊരു കേസൊക്കെ ഉണ്ട്. അതായത് ഈ സൂരജുമായിട്ട് നേരിട്ടുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യം അല്ലല്ല, സൂരജിൻ്റെ സുഹൃത്തിൻ്റെ വിഷയത്തിൽ സൂരജ് ഇടപെട്ട കേസാണ്. എന്താ വെച്ചാൽ ഒരു കോളേജ് വിഷയങ്ങളാണ്, അല്ല കാവു ഇവിടെയുള്ള നാട്ടുകാരുള്ള വിഷയങ്ങളല്ല. ഓലെന്തോ കോളേജ് വിഷയങ്ങളാണ്. അതിലെന്തോ ഇടപെട്ട കേസിൽ നമ്മളെ കമ്പനിക്കാർ സംസാരിക്കല്ലോ. അപ്പോൾ സൂരജ് നേരിട്ട് ഓലോട് സംസാരിച്ച് ആ സംസാരം ഒന്നുള്ളതിൽ അവിടേക്ക് പോയിട്ട് എന്തോ തച്ചെന്നാണ് ഓലെ സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ സൂരജിന്റെ നാട്ടുകാർ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സൂരജിന്റെ മരണം സംഭവിച്ചത്. ഇതോടുകൂടി ചേവായൂർ പോലീസ് വിവരമറിയുകയും ചേവായൂർ പോലീസ് ഇവിടേക്ക് എത്തുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കോട്ട് വയൽ സ്വദേശികൾ തന്നെയായിട്ടുള്ള മനോജ് കുമാർ, മക്കളായ അജയ്, വിജയ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു കോളേജിലൊരു പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം, ആ തർക്കത്തിലുണ്ടായ വൈരാഗ്യം, അതാണ് ഇപ്പോൾ ഒരു യുവാവിൻ്റെ ജീവനെടുക്കുന്ന രീതിയിലേക്ക്, അതിക്രൂരമായ നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിൽ ഇനിയിപ്പോൾ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.